ജ്യോതിഷ വിവാദത്തിൽ എം.വി. ഗോവിന്ദനെ പിന്തുണച്ച മുതിർന്ന നേതാവ് എ.കെ. ബാലൻ. ജ്യോതിഷികളെ കണ്ടാൽ എന്താണ് കുഴപ്പമെന്ന് എ.കെ. ബാലൻ ചോദിച്ചു. താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമയം നോക്കാനോ ജ്യോതിഷമറിയാനോ അല്ല ജ്യോത്സ്യരെ കാണുന്നതെന്നും എ.കെ. ബാലൻ പ്രതികരിച്ചു. വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്നാണ് പി ജയരാജന്റെ പ്രതികരണം. അതേസമയം ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പി ജയരാജൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ്സുകാർ കൂടോത്തരത്തിൻ്റെ പിന്നാലെ പോകുന്നു, മാർക്സിസ്റ്റുകാർ ജ്യോത്സ്യന്മാരുടെ പിന്നാലെ പോകുന്നു. ജ്യോത്സ്യന്മാരുടെ വീട്ടിൽ പോയാൽ എന്താ തകരാറ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമത് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ജ്യോതിഷം ചർച്ച ചെയ്യാനാണോ വിളിച്ചത്? ഇതൊക്കെ സാധാരണ നിലയിലുള്ള വീട്ടിൽ പോക്ക്. ജ്യോതിഷന്മാരെ വീട്ടിൽ കയറാൻ പാടില്ല എന്നോ? ഞാൻ തന്നെ ഇതിനോട് താല്പര്യമുള്ള ഒരാളാണ്. ജ്യോതിഷികളുമായിട്ട് സംസാരിക്കാൻ, കൈനോട്ടക്കാരുമായിട്ട് സംസാരിക്കാൻ, മജീഷ്യന്മാരുമായിട്ട് സംസാരിക്കാനൊക്കെ ഒരു താല്പര്യം കാട്ടുന്ന ഒരാളാണ് ഞാൻ. കൂടോത്തരത്തിൻ്റെ പിന്നാലെയൊക്കെ കോൺഗ്രസിൻ്റെ ചരിത്രമാണ്, ഞങ്ങളുടെ ചരിത്രമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഞങ്ങൾ സംസാരിക്കും, അവരുമായിട്ട് സൗഹൃദം പുലർത്തും. അതിലൊന്നും യാതൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. ഇനിയും പോകും. സിനിമാ മേഖലയിൽ അല്ല, അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം.വി. ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള യാതൊരു വിമർശനവും കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. എം.വി. ഗോവിന്ദൻ മാഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം ഞാൻ വ്യക്തമാക്കേണ്ടതില്ല. CPM സംസ്ഥാന സമിതിയിലെ ഒരു മുതിർന്ന നേതാവ് ജോൾസിനെ കണ്ടു റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ജ്യോതിഷികളെ കാണുന്നതിലെ അക്കാഡമിക് താല്പര്യമാണോ എ.കെ. ബാലൻ വിശദീകരിക്കുന്നത്? അതോടൊപ്പം മറ്റു നേതാക്കൾ ചിലർ പറയുന്നില്ല, ചിലർ മിണ്ടാതെ തന്നെ പോകുന്നു. എന്താണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്? യഥാർത്ഥത്തിൽ ഇതിന്മേലൊരു ചർച്ച നടന്നിട്ടുണ്ടോ പാർട്ടി? സ്മൃതി, ഇതിനകത്ത് മിണ്ടാതെ പോവുക നേതാക്കളിൽ ഒരാളാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം.വി. ഗോവിന്ദനെ പേരെടുത്ത് പറയാതെ സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്ത് സന്ദേശമാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നയാൾ ജ്യോതിഷികളെ കണ്ടിട്ട് പാർട്ടി അണികൾക്ക് കൊടുക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചോദിച്ചത്. അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് ഇന്നലെ എം.വി. ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് പി ജയരാജനോടും ഒപ്പം പി ജയരാജനോടും ഇത് സംബന്ധിച്ച പ്രതികരണം ചോദിച്ചത്. അതിൽ പി ജയരാജനാണ് പാർട്ടി സെക്രട്ടറി പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. പി ജയരാജനാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയില്ല. മറ്റൊന്ന് എ.കെ. ബാലനാണ്. എ.കെ. ബാലനെ സംബന്ധിച്ച് അനുകൂലമായ എം.വി. ഗോവിന്ദൻ അങ്ങനെ ജോൾസനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെന്ത് തെറ്റാണ്? വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞ് ഞാനും കൈനോട്ടക്കാരനെയും മജീഷ്യനെയും ഒക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് ലഘൂകരിക്കുകയാണ്. ഇതിനകത്ത് പയ്യന്നൂർ മാധവ പെരുമാൾ എന്ന് പേരുള്ള അമിത്ഷായൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ള BJP നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഒരു ജ്യോതിഷിയെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ കണ്ടിരുന്നു. അതിൽ പാർട്ടി നേതൃത്വം നൽകുന്ന വിശദീകരണം അദ്ദേഹം ആരോഗ്യപരമായ അസുഖബാധിതയെ തുടർന്ന് വിശ്രമത്തിലിരിക്കുന്ന സമയത്ത് മുൻപരിചയമുള്ള ആളെന്ന നിലയിൽ എം.വി. ഗോവിന്ദൻ കണ്ടതാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ജ്യോതിഷം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായി പോയതല്ല എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച വരികയും അത് വിവാദത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് എം.വി. ഗോവിന്ദൻ അത് നിഷേധിച്ചത്. പക്ഷേ മറ്റ് എം.വി. ഗോവിന്ദനെ അനുകൂലിച്ച് എ.കെ. ബാലൻ മാത്രമേ രംഗത്തു നിന്നുള്ളൂ. മറ്റുള്ളവർ അനുകൂലിച്ച് നിലപാടെടുത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. സ്മൃതി. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.